ഭയങ്കര ഡിസപ്പോയിൻറ്റഡ്. ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡറാണ്, മറ്റേതാണ് ഇന്ത്യയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800 ക്വാളിറ്റി പോലും ഇല്ല. സത്യത്തിൽ എമ്പുരാൻ കണ്ടിട്ട് ജെന്യൂനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ, അതോ പൃഥ്വിരാജിനോട് എന്തെങ്കിലും ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പറഞ്ഞതാണോ? എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം എൻ്റെ ഈ റിവ്യൂവിനെ കുറിച്ച് പറയാം. ആ റിവ്യൂ ശരിക്കും പറഞ്ഞാൽ വളച്ചൊടിക്കപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല. അവസാനത്തെ ഒരു മനുഷ്യന് പല അവസ്ഥകളുണ്ട്. അതിലേറ്റവും പീക്കായിട്ടുള്ള ഒരു അവസ്ഥ മാത്രം എടുത്തിട്ട് എയർ ചെയ്യാണ് ആ റിവ്യൂ എടുത്ത ആൾക്കാർ ചെയ്തിരിക്കുന്നത്. അതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അവർ എയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ പൃഥ്വിരാജിനോട് എനിക്ക് പേഴ്സണലായിട്ട് യാതൊരുവിധ വിരോധവുമില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും അദ്ദേഹത്തിനോടില്ല. പക്ഷേ അതിലുപരി എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് ഭയങ്കരമായിട്ടുള്ള, ഞാനൊക്കെ 80ലാണ് ജനിച്ച 80 കിഡ്സാണ്. അപ്പം നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ നമ്മുടെ ജീവിതമായിട്ട്, നമ്മുടെ ഹൃദയമായിട്ട് ഒക്കെ ആയിട്ട് അത്രയ്ക്കും അടുത്തിരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സിനിമയിൽ ഇത്രയും ഹൈപ്പ് കൊടുത്തൊരു സിനിമയിൽ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇന്നതുപോലെ തന്നെ കാണണമെന്ന് നിയമവും ലിഖിതമായിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന, ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ടുള്ളൊരു സംഗതി ആകുന്ന സമയത്ത് നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതുണ്ട്. അത് ഒബ്വിയസ്ലി ഞാനൊരു മോഹൻലാലിൻ്റെ ഫാൻ ആയതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. അപ്പോൾ അത് ഒരിക്കലും ഫുൾഫില്ല് ചെയ്ത് എന്നിലെ പ്രേക്ഷകനെ ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല ആ സിനിമ ഞാൻ കണ്ടിറങ്ങിയത്. കാരണം 6 മണിക്ക് പോകുന്നു, ആഴ്ചകളായിട്ട് ആ ടിക്കറ്റും ബുക്ക് ചെയ്ത് 27-ാം തീയതി 6 മണി എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ വെയിറ്റ് ചെയ്ത് പോയി നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒരു തരി പോലും തരാതിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു എക്സ്പ്ലോഷനുണ്ട്. അതാണ് അവിടെ ബേസിക്കലി കണ്ടത്. അല്ലാതെ പൃഥ്വിരാജിനോട് എനിക്ക് പേഴ്സണലി ഒരു ദേഷ്യമോ അയാളുടെ സിനിമകൾ ഫ്ലോപ്പ് ആവണമെന്നോ എന്നുള്ള ആഗ്രഹക്കാരനൊന്നും അല്ല. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ലൂസിഫറിൻ്റെ 2ാം ഭാഗം എന്നുള്ള രീതിയിൽ എമ്പുരാനെ ചേട്ടൻ എങ്ങനെ കാണുന്നു, ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ? ലൂസിഫർ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു പൃഥ്വിരാജിന്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഇത് പറഞ്ഞത്, മോഹൻലാലിനെ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ ഞാൻ ആഗ്രഹിച്ച മനസ്സിനകത്ത് ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിനകത്ത് മോഹൻലാലിനെ എങ്ങനെ ആണ് ആഗ്രഹിച്ചത്, അതേപോലെയാണ് ഞാൻ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് അദ്ദേഹം അന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളെല്ലാവരും സിനിമയിൽ പോയത്. ആസ് എ ഫാൻ, മോഹൻലാലിൻ്റെ ഫാൻ എന്ന് പറയുമ്പോൾ മോഹൻലാലിനെ എങ്ങനെയൊക്കെ കാണണം, എങ്ങനെയൊക്കെയാണ് കാണേണ്ടത് എന്നുള്ള ഒരു ഫാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനകത്തുണ്ട്. അത് 101% ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് പൃഥ്വിരാജ് ലൂസിഫറിൻ്റെ ഔട്ട് തന്നത്. അതിലുപരി നല്ലൊരു കഥയായിരുന്നു, നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നു, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വന്നു. ഇത്രയും ഈ എമ്പുരാനിലേക്ക് വരുന്ന സമയത്ത് ലൂസിഫറിന് ഈ എമ്പുരാൻ്റെ അത്രയൊന്നും ഹൈപ്പില്ലായിരുന്നു. ഒരു പടം ഇറങ്ങിയ ഡേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു മോഹൻലാൽ സിനിമ, അതിലുപരി മലയാളത്തിൻ്റെ നടന്മാരിൽ ഒരാളായ സുകുമാരൻ സാറിൻ്റെ, അദ്ദേഹത്തിൻ്റെ മകൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. കാരണം സിനിമയിൽ നിന്ന് ഒരുപാട് തഴയപ്പെട്ട് ഒഴിവാക്കൽ വക്കിൽ വരെ എത്തിയ ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളൊക്കെ അതിനെ നോക്കിക്കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി ാണ് എമ്പുരാനിലേക്ക് പോയത്. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നം തന്നെയായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിലും കണ്ടത്. കാരണം ഓവർ ഹൈപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് എപ്പോഴും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കാരണം നമ്മൾ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് അവസാനം അതിൻ്റെ ചാറ് മാത്രം കോരി കൊടുക്കുന്ന ഒരു അവസ്ഥ അതെങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക? അതാണ് എനിക്ക് എമ്പുരാനിൽ ഫീൽ ചെയ്തത്. അത് ഞാൻ ഇതേപോലെ തന്നെ ഇന്നലെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ അവിടെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. അവരുടെ ലാസ്റ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് കട്ട് ചെയ്ത് കണ്ടു. അത് പറഞ്ഞതും കാര്യം തന്നെയാണ്. കാരണം പുള്ളി തന്നെ സ്വയം പ്രഖ്യാപിത അംബാസഡർ, മലയാള സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞ് പുള്ളി തന്നെ അങ്ങ് സ്വയം പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അംബാസഡർ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ആണെങ്കിലും, മലയാള സിനിമ ആയിക്കോട്ടെ, XY ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും അംബാസഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ആ അംബാസഡർഷിപ്പിനോട് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട്. ഞാൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ
മലയാള സിനിമ എന്ന് പറയുന്നത് അയാളുടെ ഷോൾഡർ വെച്ചിട്ടായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അയാൾ ആ ഇൻഡസ്ട്രിയോട് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി പ്രത്യേകിച്ചും ഞാൻ എടുത്തു പറയുന്നു, പ്രത്യേകിച്ചും പ്രേക്ഷകരോട് കാണിക്കേണ്ട ഒരു മര്യാദ. ഞാൻ എന്നിലെ പ്രേക്ഷകൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം ഒന്നും ഞാൻ പറയാൻ ആളുമല്ല, എനിക്കത് അറിയത്തുമില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നിലെ പ്രേക്ഷകൻ, ഈ അംബാസഡർഷിപ്പ് എടുക്കുന്ന ഒരാൾ എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാവരും തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതൊന്നും എനിക്കിതിന്ന് 101% കിട്ടിയില്ല. ഇപ്പോൾ അടുത്തിടെ ഒരുപാട് ഹൈപ്പിൽ വന്ന ലാലേട്ടൻ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. ഒടിയലിനാണ് അത് തുടങ്ങിയത്. പിന്നാലെ കുഞ്ഞാലി മരയ്ക്കാർ, അത് കഴിഞ്ഞ് മലൈക്കോട്ടെ ബാല്യം വന്നു, പിന്നെ ബറോസ് വന്നു, ഇപ്പോൾ എമ്പുരാനും വന്നു. ഈ ഓരോ ചിത്രങ്ങൾ ഹൈപ്പിൽ വരുമ്പോഴും പ്രേക്ഷകനുണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അത് ലാലേട്ടൻ്റെ ചിത്രങ്ങൾക്ക് ഇപ്പോൾ നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആസ് ആൻ ഓഡിയൻ ചേട്ടൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഞാൻ മോഹൻലാലിൻ്റെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മോഹൻലാലിൻ്റെ ഒരു കട്ട ഫാനാണ്. അപ്പോൾ അത് ഒരു ഓവർ ഇതായിട്ട് വന്നതാണ്, മരിക്കാൻ പോലും അങ്ങനെയൊന്നുമല്ല. എന്നാലും മോഹൻലാലിൻ്റെ ഒരു കട്ട ഫാൻ തന്നെയാണ് അന്നും ഇന്നും എന്നും. എത്ര മോഹൻലാലിൻ്റെ സിനിമ പരാജയപ്പെട്ടാലും എത്ര ഇതായി കഴിഞ്ഞാലും മോഹൻലാലിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് തന്നെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞ പോലെ മരിക്കാർ എന്ന് പറയുന്ന സിനിമ ഒരിക്കലും ഒരു മോശം സിനിമയൊന്നും ആയിരുന്നില്ല. അതിന് വേണ്ടിയിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ഡീഗ്രേഡിങ് സ്ട്രാറ്റജിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടാണ് മരിക്കാർ അറബിക്കടലിലെ സിംഹം. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ആൾക്കാർ ഈ സിനിമയെ വാഴ്ത്തി പറഞ്ഞതുപോലെ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള സിനിമ തന്നെയായിരുന്നു മരിക്കാർ. മനസ്സിലായില്ലേ? അത് ഇൻ്റർനാഷണൽ, എന്താണ് ഇൻ്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറയുന്ന സിനിമ എമ്പുരാനിൽ ചെയ്തിരിക്കുന്നത്. ഇന്നും എല്ലാവരും പറയുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിരിക്കും എനിക്ക് എന്നോടുള്ള ചീത്തവിളിയും തെറിവിളിയും. അതിലൊന്നും എനിക്കൊരു കാര്യമില്ല. കാരണം നമുക്ക് പറയാനുള്ള കാര്യം പറയും. ഇത് ഇന്ത്യയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായത്തിന് പറയാനുള്ള അവകാശം എല്ലാം ഉള്ള ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം. അത് തീർച്ചയായിട്ടും പറയുകയും ചെയ്യും. കാരണം എന്താണ് ഇൻ്റർനാഷണൽ? ഒരു 2 ഹെലികോപ്റ്റർ വരുന്നതും ഒരു 5 കണ്ടെയ്നർ പൊട്ടുന്നതും ഒരു 10 വിദേശ ലൊക്കേഷൻ കാണിക്കുന്നതാണോ ഒരു ഇൻ്റർനാഷണൽ ഫിലിം മേക്കിംഗ്? അങ്ങനെയാണോ ആൾക്കാർ കരുതി വെച്ചിരിക്കുന്നത്? ഇൻ്റർനാഷണൽ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെയുള്ള സിനിമകളുണ്ട്. ഒന്ന് ഈ പറയുന്നത് പോലെ മരിക്കാർ അറബിക്കടലിൻ്റെ ഇൻ്റർനാഷണൽ ഫിലിം മേക്കിംഗ് തന്നെയാണ് മരിക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന സിനിമ. അതേപോലെ തന്നെയാണ് 2018 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജൂഡ് ആൻ്റണി ചെയ്തിരിക്കുന്ന സിനിമ. ഇത് രണ്ടും ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഫിലിം മേക്കിംഗ് ഉള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഓസ്കാർ ലെവലിലെത്തി. ഇതേപോലെ ഇൻ്റർനാഷണൽ, നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ളൊരു സിനിമയായിരുന്നു അതിൻ്റെ മേക്കിംഗ്. അപ്പോൾ 4 വെടി പൊട്ടുന്നതും 5 ഹെലികോപ്റ്റർ കാണിക്കുന്നതും അവിടെ ഇവിടെയും പൊട്ടിത്തെറിക്കുന്നതിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ അമേരിക്കയിലത്തെ 5 പോലീസ് വണ്ടി കാണിച്ചു കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ സ്റ്റഫാവും? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എങ്ങനെയാണ് ഇൻ്റർനാഷണൽ സ്റ്റഫാവുന്നത്? അപ്പോൾ മോഹൻലാൽ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ ഒരുപാട് വ്യതിചലിക്കുന്നു. മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ, അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആത്മാർത്ഥതയും അദ്ദേഹത്തിനോടുള്ള ആരാധനയും കൊണ്ട് തന്നെ മാത്രമാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ആ സിനിമ കാണാൻ വേണ്ടി പോയത്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി പോയത്. എനിക്ക് മോഹൻലാലിനോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഇത്രയും ഇത് ബിഗ് ബഡ്ജറ്റ് പടമാണ്. ഇത്രയും പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും എങ്ങനെയൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്നറിയാൻ പറ്റുന്നൊരു സിമ്പിൾ മൈൻഡൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇത്രയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ ഡയറക്റ്റ് ചെയ്യാം? പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബാറോസ് എന്ന് പറയുന്ന ആദ്യത്തെ ഡയറക്ടർ സംവിധാനം വളരെ താഴെ പോയി. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ കുറച്ചൊന്ന് പറയും, അതും എടുത്ത് പറയേണ്ടതാണ്. മലൈക്കോട്ടെ വാലിബനും ഒരു ഇൻ്റർനാഷണൽ രീതിയിലുള്ള ഫിലിം മേക്കിംഗ് തന്നെയാണ് ജോസ് പെല്ലിശ്ശേരിയുടെ. അപ്പോൾ ആ സിനിമ രണ്ടും താഴെ പോയി. അപ്പോൾ മൂന്നാമതൊരു മോഹൻലാലിനെ, കാരണം ഒരിക്കലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരാൾ ഏതൊരു ഘട്ടത്തിലും താഴെ പോകുന്നത് നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ് നമ്മളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട്, ഇല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഇങ്ങനെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയ സ്ഥലത്ത് വെറും 13 മിനിറ്റ്, നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഇപ്പോഴും അത് എനിക്ക് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം കൊണ്ടാണ് പറയുന്നത്. വെറും 13 മിനിറ്റാണ് മോഹൻലാലിനെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ വിത്ത് ഡയലോഗ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. 6 മിനിറ്റുള്ള 2 സ്റ്റണ്ട്. 3 മണിക്കൂറുള്ളൊരു സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് 13 മിനിറ്റ് വിത്ത് ഡയലോഗ്. മനസ്സിലാക്കണം നിങ്ങൾ. 13 മിനിറ്റ് വിത്ത് ഡയലോഗും 6 മിനിറ്റുള്ളൊരു ഇത് കാട്ടിലുള്ളൊരു ഫൈറ്റും
ക്ലൈമാക്സ് ഫൈറ്റ്, അതും ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റില്ല. ക്ലൈമാക്സ് ഫൈറ്റ് ഇതേ പറയുന്ന പൃഥ്വിരാജിൻ്റെ കൂടെ 6 മിനിറ്റ്. അപ്പോൾ എത്രയായി നോക്ക്, 13 6 19 25 2 നടത്തം കൂടി കൊടുഞ്ഞ് 27 മിനിറ്റിൽ 48 മിനിറ്റ് 49 മിനിറ്റ് എന്നാണ് ഇവർ അവകാശപ്പെട്ടത് മോഹൻലാൽ ആ സിനിമയ്ക്കകത്തുള്ളത്. 27 മിനിറ്റാണ് മോഹൻലാലിനെ ഈ സിനിമയ്ക്കകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരാരാധകൻ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ രോഷാകുലനായില്ലെങ്കിലല്ലേ എനിക്ക് ഭ്രാന്തെന്ന് പറയേണ്ടത്? കാരണം മോഹൻലാലിൻ്റെ സിനിമ കാണാനാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ പോയത്, അല്ലാതെ ഇവരുടെ ഖണ്ഡകാവ്യം കാണാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലും അല്ല. ഇൻ്റർനാഷണൽ ഫിലിം മേക്കിംഗ് കാണാൻ വേണ്ടിയിട്ടല്ല, മലയാള സിനിമയുടെ അംബാസഡറിനെ കാണാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ മോഹൻലാലിനെ വെച്ചിട്ട് ഈ സിനിമ മാർക്കറ്റ് ചെയ്യരുത്. മോഹൻലാൽ ജസ്റ്റ് ഗസ്റ്റ് അപ്പിയറൻസ് ആണെന്ന് പറയണം, വേണ്ടേ? ആരെങ്കിലും ഇതിനെ എതിർത്തുകൊണ്ട് പറയൂ, ഞാൻ നിങ്ങൾ പറയുന്ന പണി ചെയ്യാം. 13 മിനിറ്റാണ് മോഹൻലാൽ വിത്ത് ഡയലോഗ് ആ സിനിമയ്ക്കകത്തുള്ളത്. 6 മിനിറ്റുള്ള 2 സ്റ്റണ്ട്. ഇങ്ങനെയാണോ ഒരു സൂപ്പർ സ്റ്റാറിനെ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യൻ പ്രസൻറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ? അപ്പോൾ അതിന് അഹങ്കാരം എന്നല്ലാതെ ഞാൻ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഒരു സാധാരണക്കാരൻ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ, എന്താണ് വിളിക്കേണ്ടത്? അത് സങ്കടം കൊണ്ടാണ് പറയുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട് അങ്ങനെയാണോ ചെയ്യേണ്ടത്? അവരുടെ കഥയും അതിലത്തെ രാഷ്ട്രീയവും എല്ലാം അത് രണ്ടാമത്തെ കാര്യമാണ്, അത് ഞാൻ പറയാം. എങ്ങനെയാണോ ചെയ്യേണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട്? അത് പറഞ്ഞതിലും എന്തിനാണ് ആൾക്കാർ ഇത്രയും ആവേണ്ടതും ഇതാവേണ്ടത്? സത്യസന്ധമായിട്ടുള്ള കാര്യമല്ല. അല്ലാതെ ഞാൻ ഒരിക്കലും ഇത് ഇപ്പോഴും പറയുന്നില്ല, ആ സിനിമ നിങ്ങളാരും കാണരുതെന്നോ നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ലെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം നമ്മുടെ ലാലേട്ടൻ 23 മിനിറ്റ് അഭിനയിച്ച സിനിമയാണ്. നമ്മുടെ ലാലേട്ടൻ 23 മിനിറ്റ് അഭിനയിച്ച സിനിമയാണ്. ആ മനുഷ്യന് വേണ്ടി നിങ്ങളെല്ലാവരും പോയി കാണണം എന്നേ ഞാൻ ഇപ്പോഴും പറയുള്ളൂ. ആ സിനിമ ആരും കാണണ്ടെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടില്ല, ഇന്നും പറയില്ല, ഒരിക്കലും പറയത്തില്ല. അതെല്ലാം അവരെ അപ് ടു ആണ്. പക്ഷേ എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്ന് നിങ്ങളും പറയരുത്. അതെനിക്കുണ്ട്. എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? അതെ, തീർച്ചയായിട്ടും ചേട്ടാ. ഇപ്പോൾ അതിൻ്റെ റിവ്യൂവിൽ വന്ന കമൻസിൽ എനിക്ക് കാണാൻ സാധിച്ചത്, മമ്മൂക്ക ഫാൻസുകാർ ചേട്ടനെ പിന്നിലുണ്ട്, അല്ല അവരാണ് ലാലേട്ടനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിനിങ് നടത്താൻ വേണ്ടി ചേട്ടനെ വിട്ടു അല്ലെങ്കിൽ കാശ് തന്നു എന്നൊക്കെ പറയപ്പെടുന്നു. കുറേ കമൻസിൽ കണ്ടു. ശരിക്കും ചേട്ടൻ ആരുടെ ഫാനാണ്? തീർച്ചയായിട്ടും ആ പറയുന്നത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മമ്മൂട്ടി ഫാനാണ്, ഞാൻ ദിലീപിൻ്റെ ഫാനാണ്, ഈ പറഞ്ഞ പൃഥ്വിരാജിൻ്റെ ഫാനാണ്. ഇനി ഇന്ദ്രജിത്ത് സുകുമാരൻ നല്ലൊരു വൃത്തിയിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെയും ഫാനാണ്. ഇന്ദ്രൻ ചേട്ടൻ്റെ ഫാനാണ്. ഞാൻ മറ്റേ KGF അഭിനയിച്ച യാഷിൻ്റെയും ഫാനാണ്. നല്ല സിനിമ ആര് പ്രസൻറ്റ് ചെയ്യുന്നു അവരുടെയൊക്കെ ഫാനാണ്. നല്ലൊരു സിനിമ ഫാൻ എന്ന് കൂടി തിരുത്തണം. അപ്പോൾ ആ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ മമ്മൂട്ടിയുടെയും കൂടെ ഫാനാണ്, ദിലീപിൻ്റെയും ഫാനാണ്. ആരൊക്കെ അഭിനയിക്കും, ഇപ്പോൾ ലാസ്റ്റ് വന്ന നമ്മുടെ പയ്യനുണ്ടല്ലോ നെസ്ലിൻ, അദ്ദേഹത്തിൻ്റെ ഫാനാണ്. എല്ലാവരുടെയും ഫാനാണ്. ബിക്കോസ് എന്താ കാരണം, ഞാൻ സാധാരണ മനുഷ്യനാണ്. എനിക്കിതിലെ രാഷ്ട്രീയവും ഇതിലെ കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. മമ്മൂട്ടിയുടെ നമ്മുടെ ഉള്ളിലുള്ള ഒരു അഭിപ്രായം തുറന്നു പറയുന്ന സമയത്ത്, ആർക്കെങ്കിലും അപ്രിയമായിട്ടുള്ള അഭിപ്രായം തുറന്നു പറയുന്ന സമയത്ത് നമ്മളൊരു കാറ്റഗറൈസ് ചെയ്യുന്ന സാധനം എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്തുള്ള രാഷ്ട്രീയം അറിഞ്ഞുകൂടാ. ഈ പറയുന്നത് പോലെ അങ്ങനെ എൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അത് ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത് നമ്മളെ തുറക്കുന്ന വായ അടയ്ക്കാനുള്ള ഒരു ഗോസിപ്പായിട്ട് മാത്രമേ ഞാനതിന് കാണുന്നുള്ളൂ. ഇവരിടുന്ന കമൻറ്റിനൊന്നും ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും കയറാവുന്നില്ല. നമ്മുടെ വീട്ടുകാരെ വിളിക്കുന്നുണ്ട്, ഭാര്യയെ വിളിക്കുന്നുണ്ട്, അച്ഛനെ വിളിക്കുന്നുണ്ട്, അമ്മയെ വിളിക്കുന്നുണ്ട്. ശരി, അതൊക്കെ അവരുടെ സംസ്കാരം. അപ്പോൾ അവരെല്ലാം ഈ കാര്യം ഒന്ന് ആലോചിക്കണം. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ സിനിമ കണ്ടിട്ടാണോ എന്നും കൂടെ ഒന്ന് ആലോചിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തൊരു സിനിമയിൽ മോഹൻലാലിന് വെറും ഞാൻ വീണ്ടും പറയുക, അത്രയ്ക്കും വിഷമമുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. 13 മിനിറ്റാണ് മോഹൻലാൽ വിത്ത് ഡയലോഗ്, 2 സ്റ്റണ്ട്, 6 മിനിറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ മോഹൻലാലിനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയാണ് ഒരു മെയിൻ സ്ട്രീം സിനിമയ്ക്കകത്ത് വേണ്ടത്? അത് തന്നെയാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് ആർക്കാണ് ഈ മോഹൻലാലിൻ്റെ ഞാൻ ഫാൻസ് അസോസിയേഷനിലൊന്നും ഉള്ള ആളല്ല, ഒരാളുടെയും ഫാൻസ് അസോസിയേഷനിലുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഈ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉള്ള ആൾക്കാരൊന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് നോക്കും. അദ്ദേഹത്തിനടുത്ത് ചെയ്തിരിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കണം. കാരണം മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തിയേറ്ററിൽ പോകുന്നത്. ഒബിയസ്ലി അതിൽ സിനിമ എന്ന് പറയുന്ന ഘടകമുണ്ട്. നല്ല സിനിമയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മുമ്പ് ആരോ ചോദിച്ച പോലെ മോഹൻലാൽ അഭിനയിച്ച എല്ലാ ചീത്ത സിനിമയൊന്നും ഇവിടെ കാണാനൊന്നും ഒന്നും കാണില്ല. പക്ഷേ ആ മനുഷ്യനോടുള്ളൊരു താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ കാണേണ്ട രീതിയിലല്ല കാണുന്നതെന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിഷമം തന്നെയാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ എൻ്റെ പിന്നിലൊന്നും ആരുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. വീണ്ടും പറയുന്നു, ഞാൻ മമ്മൂട്ടിയുടെയും ഫാനാണ്, ദിലീപിൻ്റെയും ഫാനാണ്, എല്ലാവരുടെയും.
നല്ല സിനിമ ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ഫാനാണ്. ഓക്കെ, നമുക്ക് എമ്പുരാനിലോട്ട് തന്നെ തിരിച്ചു വരാം. 2-ാം ദിവസം മുതൽ പല രാഷ്ട്രീയ പാർട്ടികളും എമ്പുരാന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ പരാമർശിക്കുന്ന പല രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ചേട്ടന്? ആ പറയുന്നവരെ തെറ്റു പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. കാരണം സിനിമയ്ക്കകത്തൊരു ഡിസ്ക്ലെയിമർ ആദ്യം കാണിക്കണം. അത് അതിൻ്റെ വേർഡിങ്സ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തെന്ന് പറയുന്ന ഇത് കഥാകാരൻ്റെ സൃഷ്ടിയും ഭാവനയുമാണെന്ന്. ഇനിയിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമോ തകരാറാണോ എന്നറിയില്ല, ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നുള്ളതല്ലോ. അങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ ആ സിനിമയിൽ ഞാൻ കണ്ടില്ല. കാരണം ഇത് എഴുതി കാണിക്കുമല്ലോ, എന്താ ഇത് കലാകാരൻ്റെ മാത്രം സൃഷ്ടിയിലുള്ളത്, ഭാവനയെ നമ്മൾ സർക്കാരോ മറ്റേ സ്ഥാപനങ്ങൾക്കോ എതിരല്ല എന്ന് പറയുന്നൊരു ഡിസ്ക്ലെയിമർ ആ സിനിമയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതും ഒരു വെല്ലുവിളിയല്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. 2002 ഗുജറാത്ത് കലാപമാണ് ഇതിൽ പറയുന്ന ആദ്യത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഏതൊരു രാഷ്ട്രീയം പറയുന്ന സമയത്ത് അതിനെ പോളറൈസ് ചെയ്തിട്ട് പറയരുത്. അതൊരു കലാകാരന്മാർ ഈ സമൂഹത്തോട് ചെയ്യുന്ന ചതിയാണ്. വേറൊരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു തീപ്പൊരിയാണ് അതുവഴി ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു കാറ്റഗറീനെ മാത്രം, അത് ഏതെന്നും പറയുന്നില്ല. ഗുജറാത്തിൽ 2002 മാത്രമൊന്നുമല്ല കലാപം ഉണ്ടാകുന്നത്. 1912 മുതൽ 92 കുറേ വർഷങ്ങളിൽ കലാപം ഉണ്ടായിട്ടുണ്ട്. ഈ 2002 ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്ന കലാപം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, സബർമതി എക്സ്പ്രസ് അതിലെ S6 എന്ന് പറയുന്നൊരു കോച്ച്, ആ കോച്ച് അഗ്നിക്കിരയൊക്കെയാണ്. അഗ്നിക്കിരയാകുന്ന സമയത്ത് അതിലുണ്ടായിരുന്നു കുറേ സന്യാസിമാർ ഉണ്ടായിരുന്നു. അവർ ആദ്യം മുതലേ ട്രെയിൻ വിട്ടപ്പം മുതൽ എന്തൊക്കെ പ്രശ്നമായിരുന്നു, വാങ്ങിക്കുന്നതിന് പൈസ കൊടുക്കില്ല, അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ട്രെയിൻ ഇരയാക്കുന്നു. അവിടെ നിന്നാണ് ഈ കലാപത്തിൻ്റെ തുടക്കം. അപ്പോൾ അതിനെ ജസ്റ്റ് ഗ്രാഫിക്സിൽ മാത്രം കാണിച്ച് ഏതെങ്കിലും ഒരു അന്ന് ഈ S6 ഈ സബർമതി ദുരന്തത്തിൽ മരിച്ചത് 59ഓളം പേരാണ്. അതിൽ കുട്ടികളും സ്ത്രീകളും എല്ലാം ഉൾപ്പെടും. അത് വേറൊരു ഞാനും ആ രീതിയിലേക്ക് പോകുന്നില്ല. വേറൊരു മതവിഭാഗത്തിൻ്റെ ആൾക്കാരാണ് മരിച്ചത്. അപ്പോൾ അത് ഒരു കാറ്റഗറിനെ മാത്രം ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് ഒരു നല്ല രാഷ്ട്രീയമല്ലല്ലോ. രണ്ടിലും തെറ്റുകളാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അല്ലാതെ ഒരാൾ മാത്രമാണ് നല്ലത്, മറ്റൊരാൾ മോശം എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കതിൽ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം അതങ്ങനെയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നവർ ഇന്ന് വരുന്നതിന് ഇത് ചെയ്യണം, അവരത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അങ്ങനെ ഗുജറാത്ത് കലാപമാണ് അവർ ഉദ്ദേശിക്കുന്നത്, ബജ്രംഗി മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഉന്നയിക്കുന്ന രാഷ്ട്രീയം അത്ര ഒരു ഹെൽത്തി രാഷ്ട്രീയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇവിടെ RPM IUF എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടിയെ RPM എന്നാണ് സിനിമയ്ക്കകത്ത് പറയുന്നത്. RPM-ഓ RPIM-ഓ എന്തോ ആയിക്കോട്ടെ, അത് ഏത് പാർട്ടിയാണ്, ഇടതുപക്ഷത്തെ തന്നെയാണ്, ഇവിടുത്തെ ഇടതുപക്ഷത്തെ തന്നെയാണ് പറയുന്നത്. വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. IUF-നെ എന്ന് പറയുന്നത് വെറും മക്കളുടെ രാഷ്ട്രീയം കളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ കാണും. പക്ഷേ അത് ഒരു ജനറലൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു രീതി, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. അതിൽ ഏറ്റവും വലിയ ഇത് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ RPM എന്ന് പറയുന്ന ശിവജി ഗുരുവായൂർ പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, നമ്മുടെ സായികുമാർ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് വായിൽ എന്തോ വച്ച്, അതായത് താൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് മോശം വേറൊരാൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ പാറശാല മുതൽ ഇവിടം വരെ ഉള്ളൂ, നിങ്ങൾക്ക് അവിടം വരെയുള്ള ഏറാമൂലികൾ മാത്രമാണ് നിങ്ങളെന്ന് പറയുന്ന സമയത്ത് ഇയാൾ വായിൽ വിരലിട്ട അവസ്ഥയിലാണ് ഇയാൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയമൊക്കെ എന്തിനാണ് പറയുന്നത്? അതൊക്കെ ശരിയാണോ? കാരണം പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിനകത്ത്, അതായത് ഈ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി, അത് സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് കേരളക്കാരെ വെറും ഇതായിട്ടാണ് ചിത്രീകരിച്ചത്. കാരണം സുരാജ് വെഞ്ഞാറമ്മൂട് പറയുന്ന പാർട്ടി 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വെറും 20 കറിവേപ്പിലകളെ കൊടുക്കുന്ന നാടാണ് കേരളം എന്നാണ് ഇതിലെ രാഷ്ട്രീയം പറയുന്നത്. 20 കറിവേപ്പില. ഇത് 2 കേരളക്കാർ ചെയ്യാൻ പാടുണ്ടോ? ഇൻ്റർനാഷണൽ സ്റ്റഫ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്
നമ്മുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ അകത്തുള്ള ജെന്യൂനായിട്ടുള്ള കാര്യമല്ലേ പറയേണ്ടത്. ഇവിടുത്തെ ഫെഡറൽ സംവിധാനത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലല്ലേ ആ ഡയലോഗും കാര്യങ്ങളും വരിക. അത് ശരിയാണോ? ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ശരിയായിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഒരാൾ മാത്രമല്ല, ഇപ്പോൾ ഒരു വിഭാഗം മാത്രം ബോയ്ക്കോട്ട് ചെയ്യേണ്ടതല്ല. എല്ലാവർക്കും പറയുന്ന രാഷ്ട്രീയം വസ്തുതയ്ക്ക് അപ്പുറത്തേക്കുള്ള വസ്തുതയല്ലാത്ത കാര്യങ്ങൾ വരെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ എന്തുവാ നമ്മുടെ ക്യാരക്ടർ മഞ്ജു വാര്യറും ടോവിനിയും പ്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് അവർ തമ്മിലുള്ള ഹോമിൻ്റെ പ്രശ്നമാണ്. വില്ലൻ പറയുന്നത് ഹോമിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഹോം മിനിസ്റ്റർ ഇടപെടട്ടെ. ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ഈ കാലഘട്ടത്തിൽ ആരാണ്? അദ്ദേഹത്തിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇതാണോ? ആരെങ്കിലും വേറൊരാൾ ഒരു രാഷ്ട്രീയ പ്രവേശനം നടക്കുന്ന സമയത്ത് അപ്പോഴേക്ക് അയാളുടെ മുകളിൽ ED NIA അയക്കുകയാണോ? അപ്പോൾ അതൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതെല്ലാം ഒരു ജനറലൈസ് ചെയ്തിട്ട് ഇത് തന്നെയാണ് അവരുടെ പരിപാടി എന്നുള്ള രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിനെയും നമ്മുടെ രാജ്യത്തിനെയും നമ്മുടെ സംസ്ഥാനത്തിനെയൊക്കെ മോശമായി പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് സംസാരിക്കുന്ന രാഷ്ട്രീയമൊന്നും ഒരു വിഭാഗത്തിനെ ശരിക്കും പറഞ്ഞാൽ ഗ്ലോറിഫൈ ചെയ്യാനും വേറൊരു വിഭാഗത്തിനെ അടിച്ചമർത്താനും വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നിയത്. കലാകാരന്മാർക്ക് സമൂഹത്തിനോട് ഒരു ബാധ്യത വേണം. അങ്ങനെ ചെയ്ത ഒരു പാരമ്പര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കല കൊണ്ട് പലതും നേടിയിട്ടുള്ള രാജ്യത്താണ്. ഇവൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും കലയ്ക്കുള്ള പ്രാധാന്യമൊന്നും ആരും അറിയാതെയൊന്നും പോകരുത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ വെറും കോപ്രായം തോന്നിയ ദിവസം പൈസയ്ക്ക് വേണ്ടി എന്തും കാണിക്കുന്നതിനോട് ഇല്ല. ഈ ഫ്രസ്ട്രേഷനും ഈ ചിന്തകളും കാരണം വേറെ 2-3 ആൾക്കാർ കമൻറ്റിലൊക്കെ ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ പറയാൻ യോഗ്യനാണോ? മാഷെ സഹോദര, അവരോടായിട്ട് പറയുന്നു, ഞാനും 3-4 സിനിമ ചെയ്തൊരു വ്യക്തി തന്നെയാണ്. മനസ്സിലായില്ലേ? വലിയ മെയിൻ സ്ട്രീം അല്ലെങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള ബഡ്ജറ്റിൽ 1-2 ദിവസം കൊണ്ടൊക്കെ 2-3 മണിക്കൂറുള്ള സിനിമയൊക്കെ ചെയ്ത ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആധികാരികമായിട്ട് പറഞ്ഞത് നമുക്കതൊന്നും ഇഷ്ടപ്പെടായിക വരുന്നത്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി കേട്ടുവരുന്നൊരു പദപ്രയോഗമാണ് മേക്കിംഗ് ക്വാളിറ്റി എന്നുള്ളത്. ഒരു സാധാരണ മനുഷ്യന് മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് മാത്രം സിനിമയെ ആസ്വദിക്കാനാവുമോ? ഒരു തിരക്കഥ അല്ലെങ്കിൽ കഥ അതോടൊപ്പം തന്നെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവാതെ വെറും മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റെഫ് കൊണ്ട് മാത്രം ഒരു സാധാരണ ആസ്വാദകനെ ആസ്വദിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് താങ്കൾ അത് നോക്കിക്കാണുന്നത്? അതിന് എനിക്ക് സയൻസിലൊരു പ്രയോഗമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ വൺ ഫോം ടു അനദർ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മാറ്റർ വേണം. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു മാറ്റർ, ഒരു കഥ എന്ന് പറയുന്നൊരു സാധനം വേണം. ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആ കഥയുടെ തന്തു നഷ്ടപ്പെടാത്ത വിധത്തിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റഫോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി. അപ്പോൾ അതിനൊരു നട്ടല്, ഒരു കഥ എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ? അത് വേണം. അല്ലാതെ മേക്കിംഗ് മാത്രം ആക്കി കഴിഞ്ഞാൽ ഡോക്യുമെൻ്ററി എടുത്താൽ പോരെ. മേക്കിംഗ് 5 കാറ് ചാടുന്നതും 6 ഹെലികോപ്റ്റർ പറക്കുന്നതും, ഇല്ലെങ്കിൽ അതിൽ കാണിച്ചതുപോലെ എന്തോ മറ്റേ ഉപഗ്രഹത്തിൻ്റെ സാധനമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ സിനിമയിൽ തന്നെ. ഉപഗ്രഹത്തിൻ്റെ സാധനമൊക്കെ ഇതൊക്കെ കാണിച്ചാൽ പോരെ മേക്കിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ക്വാളിറ്റി നോക്കുന്നുണ്ടെങ്കിൽ ഈ മലയാളത്തിൽ ആദ്യം പിന്നെ 50 കോടി അടിച്ച സിനിമ, എൻ്റെ ഉദ്ദേശം ഇത് ശരിയാണ്, ദൃശ്യം എന്ന് പറയുന്ന സിനിമ. അതിനകത്ത് ഈ പറയുന്ന വിധത്തിൽ എന്ത് ഗിമിക്കാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. 100 ദിവസമല്ലേ ഇവിടെ ഓടിയത് ആ സിനിമ. അതിനകത്ത് എന്ത് ഗിമിക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും. എന്താണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്? അതിനകത്ത് ആ കാമ്പുള്ളൊരു കഥയുണ്ടായിരുന്നു, കാമ്പുള്ളൊരു ഇതുണ്ടായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ദൃശ്യം 2 വന്നു. എങ്ങനെ പോയത് സംഭവം? അപ്പോൾ മേക്കിംഗ് ക്വാളിറ്റി മാത്രം നോക്കി പോകുന്നൊരു ഇതൊന്നും കേരളത്തിലില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ തീർച്ചയായിട്ടും ഒരു കഥ വേണം, നല്ല 2-3 പാട്ടുകൾ വേണം. ഇതൊക്കെയാണ്. ഓരോ ഓഡിയൻസിനും ഓരോ രീതിയിലുള്ള ആസ്വാദന നിലവാരമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആസ്വാദന നിലവാരം എന്ന് പറയുന്നത്, കാരണം നമ്മൾ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ ശുദ്ധന്മാരും പാവങ്ങളുമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിലുള്ള ഫിലിം മേക്കിംഗ് തന്നെയാണ് ഇവിടെ വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ മേക്കിംഗ് ക്വാളിറ്റി മാത്രം നോക്കിക്കൊണ്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. കാമ്പുള്ള കഥകൾ ഇതൊക്കെ കുടുംബ പ്രേക്ഷകരൊക്കെ തിയേറ്ററിലേക്ക് അടുപ്പിക്കുകയുള്ളൂ, ഇതാക്കുകയുള്ളൂ. ഇനി ലാലേട്ടൻ്റെ തുടരും ഫിലിം പുറകെ വരുന്നുണ്ട്. ട്രെയിലർ 2 ദിവസം മുമ്പ് ഇറങ്ങി. കണ്ടിട്ട് എന്ത് തോന്നി? ഒരു ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ പ്രതീക്ഷയുണ്ടോ?
തീർച്ചയായിട്ടും നമ്മളൊക്കെ പണ്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മോഹൻലാലിനെയാണ്, ലാലേട്ടനെയാണ് തുടരും. വളരെ വളരെ പ്രതീക്ഷയുണ്ട്. വളരെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓവർ ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ ഒരു ബമ്പർ ഹിറ്റാവാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. നമ്മളെങ്ങനെ മോഹൻലാലിനെ കാണാൻ ആഗ്രഹിക്കുന്നോ ആ രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണും, ഇതേപോലെ അഭിപ്രായവും പറയും. റിവ്യൂ എടുക്കുന്നവരുടെ ഏകദേശം നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം കൂടെ നിങ്ങൾ കയറ്റി വിടാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനാണ്, വികാരവിക്ഷോഭമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാത്രം കട്ട് ചെയ്ത് അങ്ങ് നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മോണിറ്ററി ബെനിഫിറ്റിനും വേണ്ടി ഒരാളെ ബലിയാടാക്കരുത്. കാരണം പല ആൾക്കാർ പറഞ്ഞു ഞാൻ എന്തോ തിരുവനന്തപുരത്ത് ആറാണ്, ഞാൻ അങ്ങ് ആറാട്ടണ്ണനാണ്, ഞാൻ അതിനു വേണ്ടി നടക്കുന്ന ആളൊന്നുമല്ല, എന്തോ മറ്റേ റിവ്യൂ പറഞ്ഞിട്ട് എന്തോ മറ്റേ ഫേമസ് ആവാൻ വേണ്ടി നടക്കുന്ന ആൾ. കാരണം ഇന്നലെ അതൊക്കെ കണ്ടപ്പോൾ എല്ലാവരെ പോലെ ഈ കമൻറ്റും, അത് ഞാനൊരു പച്ചയ മനുഷ്യനായതുകൊണ്ട് ഈ കമൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളും മാനസികമായിട്ട് വിഷമിക്കുകയായിരുന്നു. അത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ എയർ ചെയ്തിട്ടാണ് ഈ നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സന്തോഷമുണ്ട്. ഞാൻ അത് പക്ഷേ നമ്മൾ പറഞ്ഞതിൻ്റെ അവർക്ക് ആവശ്യമുള്ള സാധനം മാത്രം അങ്ങ് കയറ്റി വിടുക, അതൊന്നും ശരിയായ രീതിയും ഒന്നുമല്ല. അത് ഈ റിവ്യൂ എടുക്കുന്ന ആൾക്കാരും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു പറയാനുള്ളത്, നിങ്ങൾ ഇതേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി എല്ലാ സിനിമയുടെ റിവ്യൂ ഇതേപോലെ ആയിരിക്കും ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ മൈക്കും പിടിച്ചിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്ന പരിപാടി നിർത്താമെന്ന് വിചാരിക്കും. കാരണം ഇതിപ്പോൾ നിങ്ങളെടുക്കുന്നു, എനിക്ക് പറയാമല്ലോ ഏതൊക്കെ വിടണം ഏതൊക്കെ വിടണ്ട എന്നുള്ളത് എനിക്കും പറയാമല്ലോ. അവിടെ അത് പറ്റത്തില്ല. ആരാണ് ഏതാണെന്നൊന്നും പോലും അറിഞ്ഞുകൂടാ. അവരിങ്ങനെ കയറ്റി വിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെതിരെയൊക്കെ ഒരു നിയമം വരണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹവും ഇതും കൂടെ. കാരണം ഞാൻ ശരിക്കും ബലിയുടെ എന്താന്ന് പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ എത്ര പേര് കോണ്ടാക്റ്റിലുണ്ടോ അവരൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ ആ പോർഷൻ. കാരണം ഞാൻ ഒരു മണിക്കൂർ കൂടുതൽ അവരുടെ അടുത്ത് സംസാരിച്ചു, സിനിമയെക്കുറിച്ചും ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ലാസ്റ്റ് ഇതേപോലെ നിങ്ങളിപ്പോൾ ചോദിച്ച പോലുള്ള 2 ചോദ്യം ചോദിച്ചപ്പോഴേക്കാണ് ഞാൻ റൈസായിട്ട് അംബാസഡർ എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലും വേണമല്ലോ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എല്ലാ വിഷയത്തിലും എൻ്റേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. അത് ഞാൻ പരസ്യമായിട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ. പക്ഷേ ഈ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും പേഴ്സണലി എന്തെങ്കിലും ഹേർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒന്നും മനഃപൂർവ്വം ഒന്നുമല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്, പോകുന്നതാണ്.